മുഴുവൻ പ്രതികളും തുടർച്ചയായി ഒരുമിച്ച് ഹാജരാകാതിരിക്കുക അല്ലെങ്കിൽ തീയതി മാറ്റിവെക്കുക ഈ സാക്ഷി വിസ്താരം അടക്കമുള്ള കേസിൻ്റെ സ്വാഭാവിക പുരോഗതിയെ ഇതൊക്കെ ബാധിക്കുമെന്ന വിലയിരുത്തലാണോ ഇപ്പോൾ വിചാരണ കോടതി എത്തിയിരിക്കുന്നത്? ആ ഒരു പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിൽ ഒരു കടുത്ത വിമർശനം കോടതിയെ ഉന്നയിച്ചിരിക്കുന്നത്? മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്നും ഇവർക്ക് തിരിച്ചടിയാണല്ലോ. സ്വപ്ന പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വയനാട് കോടതിയിൽ അത്തരത്തിലുള്ള നിയമ നടപടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന വഞ്ചന കേസിൻ്റെ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇതേ ആവശ്യവുമായി ചെല്ലേണ്ടുന്നത് ഇപ്പോൾ വിചാരണ നടക്കുന്ന ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെയാണെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം തന്നെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കേണ്ടുന്ന ഘട്ടമാണ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിലുള്ളത്. ആ കോടതി ഇന്ന് അഗസ്റ്റിൻ സഹോദരന്മാരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കോടതിയെ കളിയാക്കുകയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റോജി അഗസ്റ്റിൻ മാത്രമാണ് ഇന്ന് ഹാജരായത്. ആൻഡോ അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നിവർ ഹാജരായിരുന്നില്ല. അതേസമയം തന്നെ മുട്ടിൽ മരമുറി കേസിൽ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന വിചാരണ നിർത്തിവെക്കേണ്ടുന്ന ഒരാവശ്യവുമില്ലെന്ന കാര്യവും അത്തരത്തിൽ വിചാരണ നിർത്തിവെക്കില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും കോടതി അറിയിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിൽ ഹാജരാകാൻ പറ്റുമോ എന്നുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കോടതി നാളെ തീരുമാനം അറിയിക്കും. ഒപ്പം തന്നെ കുറ്റപത്രം വായിക്കുന്ന തീയതിയും അറിയിക്കുന്നതായിരിക്കും.